ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം നോക്കാം. ഇന്ന് മാർച്ച് 3 എന്ന് പറയുന്നത് ഇറ്റ്സ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ ഡിക്ലെയർഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഓൺ 20th December 2013 മുതലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ട് ഇതെന്ത് ചെയ്തിരിക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ ദിസ് ഡേ ഹോൾഡ് സിഗ്നിഫിക്കൻസ് ആസ് ദ ഡേ ദാറ്റ് ദ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ endangered species of wild fauna and flora was cited in 1973. അതായത് ഇൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു തോട്ടോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡേ നമ്മൾ അന്ന് സിഗ്നിഫിക്കൻസ് വന്നത് ഫ്രം 1973. സോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് കൺസർവിംഗ് ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് ലിവ്ലിഹുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെ. സോ അടുത്തതെന്ന് പറയുന്നത് ആക്ടർ അവാർഡ്സ് 2026 കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് വിന്നേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് മാത്രം എന്ത് ചെയ്യാൻ നോക്കാം. ദ ആക്ടർ അവാർഡ്സ് 2026 previously known as the Screen Actors Guild Awards took place on March 1st at the Shrine Auditorium in Los Angeles. So Catherine O'Hara wins posthumous Best Actress Award. The late actor won the Actors Award for the Best Female Actor in a comedy series for her role in the studio. അപ്പം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നത് കാതറിൻ ഓഹാരയാണ്. പോസ്റ്റ്ഹ്യൂമസ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, അതായത് ദ ലേറ്റ് ആക്ടർ വൺ ദ ആക്ടേഴ്സ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ ആക്ടർ ഇൻ എ കോമഡി സീരീസ് ആയിട്ടുള്ള ദ സ്റ്റുഡിയോയിലെ റോളിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ബൈ എ മെയിൽ ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ ഈസ് ബൈ മൈക്കിൾ ബി ജോർദാൻ ഫോർ സിന്നേഴ്സ് എന്ന് പറയുന്ന സീരീസിന്റെ റോളിന് വേണ്ടിയിട്ടാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ബൈ എ ഫീമെയിൽ ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ എന്ന് പറഞ്ഞാൽ ജെസി ബക്ലി ഫോർ ഹാംനെറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കാം. Vajra Corps marks 76th Racing Day celebrates legacy as defenders of Punjab. So the Indian Army's Vajra Corps marked its 76th Racing Day on 2nd March, commemorating over 7 decades of distinguished service to the nation. നേഷനിലെ തന്നെ 7 ഡെക്കേഡിന്റെ സർവീസ് എന്ത് ചെയ്തിട്ടുണ്ട് വജ്ര കോപ്സ് എന്ത് ചെയ്തിട്ടുണ്ട് അവര് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ റേസ്ഡ് ഇൻ 1950 ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആർമി കോപ്സ് ടു ബി റേസ്ഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം റേസ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആർമി കോപ്സ് ആണ് എന്താ Vajra Corps എന്ന് പറയുന്നത്. So over the years, the corps has played a pivotal role along the Western Front, earning distinction in the 1965 and 1971 wars, including the historic victories of Dogra, Barki and Kim Karan. 1965 71 വാർസിലെ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തതാണ് വജ്ര കോപ്സ് എന്ന് പറയുന്നത്. So next one എന്ന് പറയുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമു launches 4 women welfare schemes of Delhi government. So ഡൽഹി ഗവൺമെന്റിന്റെ 4 women വെൽഫെയർ സ്കീംസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ പ്രസിഡന്റ് ദ്രൗപദി മുർമു launched the Pink National Common Mobility Card and 3 other women-centric welfare schemes of the Delhi government. The president launched a scheme providing 2 free LPG cylinders annually to ration card holding families on Holi and Diwali. ഹോളിക്കും ദിവാലിക്കും എന്ത് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് 2 LPG സിലിണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം. അതേപോലെ പിങ്ക് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. She further launched the Delhi Lakshpati Vidya Yojana and the Meri Puji Meri Adhikar initiative. The Delhi government helps its citizens to claim their money that is lying unclaimed in banks, post offices, insurance companies, mutual funds or pension accounts for many years. അതായത് കുറെ നാളായിട്ട് എന്ത് ചെയ്യുന്നു ക്ലെയിം ചെയ്യാൻ പറ്റാതെ കിടന്ന എമൗണ്ട്സ് ഒക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഡൽഹി ഗവൺമെന്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ലഖ്പതി വിദ്യ യോജനയുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാരണാസി enters the Guinness World Record beating China for 2.51 lakh saplings planted in an hour. Okay, ഒരു മണിക്കൂറിൽ 2.51 lakh saplings പ്ലാൻ ചെയ്തത് വഴി വാരണാസി എന്ത് ചെയ്തിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എൻട്രി ചെയ്തിട്ടുണ്ട് ബൈ ബീറ്റിംഗ് ചൈനയെ ബീറ്റ് ചെയ്തിട്ട്. So Varanasi has entered the Guinness World Records by planting
251,446 saplings within 1 hour during a mega plantation drive at the Sujabad Domari area, surpassing China's 2018 record of 1,53,981 saplings. The plantation was carried out over nearly 150 bighas. The forest area has been divided into 60 sectors, each named prominent ghats of Kashi, including Dashashwamedh, Manikarnika, Kedar, Lilita. More than 4,000 saplings were planted in each sector. പല സെക്ടേഴ്സ് ആയിട്ട് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിങ് എന്ത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. Remains of 12th century Mandir style stone pillars from the Swina, that is the Yadava dynasty, have been recently discovered near the Vena river in Hinganghat, Wardha district of Maharashtra. So the Yadava dynasty, also known as the Swina dynasty, were rulers of a 12th to 14th century Hindu kingdom of central India. Okay. At its zenith, they ruled a vast kingdom stretching from the river Tungabhadra to the river Narmada, including modern Maharashtra, north of Karnataka and parts of Madhya Pradesh. So അത്രയും 12th to 14th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു യാദവ ഡൈനാസ്റ്റിയുടെ സ്റ്റോൺ സ്റ്റൈൽ പില്ലർ മന്ദിർ സ്റ്റൈൽ സ്റ്റോൺ പില്ലേഴ്സ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് വേനാർ റിവറിലെ ഹിൻഘൻഘട്ട് വാർദ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്രയിൽ ഇപ്പൊ എന്ത് ചെയ്തു എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഖിചക് നക്കന, എ ന്യൂ ഗ്രൗണ്ട് വാട്ടർ ഫിഷ് സ്പീഷീസ് ഖിചക് നക്കന ഹാസ് ബീൻ റീസെന്റ് ഡിസ്കവേർഡ് ഇൻ ആസാം. സോ ആസാമിൽ നിന്ന് ഖിചക് നക്കന എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് വാട്ടർ സ്പീഷീസ് ഓഫ് ഫിഷിനെ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ദിസ് മിനിയേച്ചർ ബ്ലിങ് ലോച്ച് വാസ് ഡിസ്കവർഡ് ഫ്രം എ ഡഗ്ഔട്ട് വെൽ ഇൻ ആസാം, മാർക്കിംഗ് ദ ഫസ്റ്റ് അക്യുഫെയർ ഡ്വെല്ലിംഗ് fish recorded from the northeast India. Northeast India എന്ന് റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് അക്യുഫില്ലർ ഡ്വില്ലിംഗ് ഫിഷ് ആണെന്ത് പറയുന്ന ഖിചക് നക്കന എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം എ ഡഗ്ഔട്ട് വെൽ ഇൻ ആസാം. ആസാമിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. സോ നെയിംഡ് ഖിചക് നക്കന, ദ സ്പീഷീസ് ഡ്രോസ് ഫ്രം ദ ഗാരോ ലാംഗ്വേജ് ഖിചക് മീനിങ് റെഡ്, referencing its striking blood red like color, and naktok and khana referring to a blind fish. അപ്പം ആ പേരിന്റെ എന്താണ് ഇമ്പോർട്ടൻസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതത്രയുമാണ് എന്ത് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ.